ആടിനെ പട്ടിയാക്കുന്ന കലാപരിപാടി നമ്മുടെ മാധ്യമങ്ങൾ എത്ര വിദഗ്ധമായിട്ടാണ് കൊണ്ടുപോകുന്നത് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ദേശീയപാത 66-ൻ്റെ നിർമ്മാണം പൂർത്തിയായിടത്ത് റോഡ് ഇടിഞ്ഞു വീണത്. റോഡ് പ്രധാന 6 വരിപ്പാത സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീണ സംഭവം. അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം ഇപ്പോൾ നമ്മൾ ചാനലുകളിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആരാണ് യഥാർത്ഥ പ്രതികൾ? അപ്പോൾ ദേശീയപാത യാഥാർത്ഥ്യമായത് പിണറായി സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ടാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്ന് പറഞ്ഞാൽ ആ ഇടപെടൽ എന്തായിരുന്നു? ആ ഇടപെടൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ദേശീയപാത വികസന അതോറിറ്റി, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഓഫീസും പൂട്ടിപ്പോയി. ദേശീയപാത വികസനം അവസാനിപ്പിച്ചു പോയത് വീണ്ടും ഓഫീസ് തുറന്ന് ഈ പദ്ധതി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ കണ്ട് സംസാരിച്ച് ഈ പദ്ധതി പുനരുജ്ജീവിപ്പിച്ചത് പിണറായി 1ാം സർക്കാരാണ്. അപ്പോൾ ഡിമാൻഡ് വെച്ചു. വസ്തുവിന് പൊന്നുവിലയാണ് കേരളത്തിൽ, പൊന്നും വില. വലിയ തുക, വടക്കേ ഇന്ത്യയിലെ പോലെ ചുളിവ് കാശിന് സ്ഥലം ഏറ്റെടുക്കാൻ പറ്റില്ല, വലിയ തുക കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് കേരളം കൂടെ അതിൻ്റെ വിഹിതം വഹിച്ചെങ്കിൽ മാത്രമേ കേന്ദ്രത്തിന് ഇത് നടത്താൻ പറ്റൂ എന്നുള്ളത് നിതിൻ ഗഡ്കരി പറഞ്ഞു, കേന്ദ്ര ഗതാഗത മന്ത്രി. അത് കേരളം സമ്മതിച്ചു. പിണറായി സർക്കാർ സമ്മതിച്ചിട്ടാണ് 5500 കോടി രൂപ വസ്തു ഏറ്റെടുക്കാൻ വേണ്ടി, പൊന്നമ്പിലേക്ക് വസ്തു ദേശീയപാത വികസനത്തിന് വീതി കൂട്ടാൻ ഏറ്റെടുക്കാൻ വേണ്ടി മുടക്കിയത്, കേന്ദ്രത്തിന് കൈമാറിയത്. എന്നിട്ട് വസ്തു ഏറ്റെടുക്കലിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. അതുകൊണ്ടാണ് ദേശീയപാത വന്നത്. ദേശീയപാത 66 ഇപ്പോൾ കാസർഗോഡ് മുതൽ അങ്ങ് കന്യാകുമാരിയും കഴിഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ ഇത് പിണറായി സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ട് ഇത് നടപ്പാക്കുമ്പോൾ നടപ്പാക്കുന്നത് ആരാണ്? കേരളത്തിലെ PWD ആണോ? അല്ല. അത് മാധ്യമങ്ങളുടെ ചർച്ചയാവില്ല, അന്തിചർച്ചയാവില്ല. പൈസ സ്വരൂപിച്ച് സ്ഥലമേറ്റെടുക്കാൻ 5500 കോടി രൂപ വിനിയോഗിച്ചിട്ട് ദേശീയപാത വികസനം കേന്ദ്ര സർക്കാരാണ് നടപ്പാക്കുന്നത്. സംസ്ഥാന PWD അല്ല. നാഷണൽ ഹൈവേ ആരുടെ കീഴിലാണ്? കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെ കീഴിലാണല്ലോ. പിന്നെ ആരാ ഉത്തരവാദി? ഈ പല റീച്ചുകളായിട്ട് ഇതിന്റെ പണി നടക്കുന്നു, പല കരാറുകാർക്ക് കൊടുത്തിരിക്കുന്നു. അതിൽ ഒരു റീച്ചിലാണ് മലപ്പുറത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്, റോഡ് തകർന്നത്. അപ്പൊ അതിൽ നിർമ്മാണത്തിൽ പിഴവുണ്ടോ? ശാസ്ത്രീയമായിട്ടാണോ നിർമ്മാണം പൂർത്തിയാക്കിയത്? ഇതൊക്കെ അന്വേഷിക്കണം. ആരന്വേഷിക്കണം? അത് കേന്ദ്ര സർക്കാരല്ല അന്വേഷിക്കേണ്ടത്. ഇനി ആ റീച്ച് ചെയ്ത കരാറുകാരന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടോ? പല കരാറുകാർക്ക് പല റീച്ച് കൊടുത്തിട്ടാണ് ദേശീയപാത വികസനം ഇപ്പൊ ഇത്ര പെട്ടെന്ന് യാഥാർത്ഥ്യമാകുന്നത്. അപ്പോൾ നിർമ്മാണത്തിലെ പിഴവോ അല്ലെങ്കിൽ അവിടെ ദേശീയപാത വികസന അതോറിറ്റി ഉദ്യോഗസ്ഥരും കരാറുകാരനുമായിട്ട് വല്ല അഴിമതിയും നടന്നിട്ടുണ്ടോ? ഗുണനിലവാരത്തിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ? ഈ വിഷയങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതാരാണ്? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലേ? അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരല്ലേ? അല്ലെ കേന്ദ്ര ഗതാഗത മന്ത്രിയല്ലേ? ഇവിടെ പിണറായി സർക്കാരിന് എന്താ ഉത്തരവാദിത്വം? മാധ്യമങ്ങളുടെ കോലാഹലം കണ്ടു കഴിഞ്ഞാൽ ദേശീയപാത യാഥാർത്ഥ്യമാക്കിയ പിണറായി സർക്കാർ ഇടിഞ്ഞു വീണ് കിടക്കുന്നു. ആടിനെ പട്ടിയാക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, ഇത് കുറെ കാലമായിട്ട് മാധ്യമങ്ങൾ മാപ്പറുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ എന്തുകൊണ്ട് ഈ നിർമ്മാണ ഘട്ടത്തിലെ പോരായ്മ, അപാകതയുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനമാണെന്ന് പറയാൻ എന്തേ മടിക്കുന്നു? അത് വളച്ചു തിരിച്ച് ടെസ്റ്റ് ചെയ്തിട്ടത് പിണറായി സർക്കാരിന്റെ LDF സർക്കാരിന്റെ തലയിൽ കൊണ്ടുവയ്ക്കാൻ ശ്രമിക്കുന്ന ഈ ശ്രമങ്ങളുണ്ടല്ലോ, വളരെ മ്ലേച്ഛവും പരിഹാസ്യവുമാണ്. സത്യം ഈ മാപ്പറകൾക്കെല്ലാം അറിയാം, സത്യം അറിയാം. അത് മുഴുവൻ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ മേൽനോട്ടത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് റോഡ് നിർമ്മിക്കുന്നത്. ദേശീയപാത 66 അതിന്റെ വികസനം, വീതി കൂട്ടൽ. അവിടെ പോയിട്ട് ഡെയിലി പോയി ചൊറിഞ്ഞ് അതിൻ്റെ അകത്ത് മെറ്റിലും സിമെന്റും മറ്റേ ടാറും മറിച്ച എല്ലാം കൃത്യമായിട്ടുണ്ടോ എന്ന് പോയി കേരള PWDക്ക് നോക്കാൻ പറ്റുമോ? അവരെ അങ്ങോട്ട് കയറ്റുമോ? നാഷണൽ ഹൈവേ അതോറിറ്റി അല്ലേ ഉദ്യോഗസ്ഥരല്ലേ കാര്യങ്ങൾ മേൽനോട്ട് വഹിക്കേണ്ട? അവിടുത്തെ എഞ്ചിനീയർമാരല്ലേ? ഇതൊന്നും ചെയ്യാതെ ഒരു റീച്ചിൽ റോഡ് ഇടിഞ്ഞു വീണു, സത്യമാണ്, അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. അതിന്റെ പേര്, അതിന്റെ ഉത്തരവാദിത്വം പിണറായി സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കണം. എത്ര മനോഹരമായ മാധ്യമ പ്രവർത്തനമാണ് മാപ്രകളെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമിച്ചു. സത്യം പറയാനുള്ള ആർജവം മാപ്രകൾക്ക് എന്നേ നഷ്ടമായി. നിങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ ഈ നാഷണൽ ഹൈവേയുടെ മലപ്പുറം റീച്ച് അവിടെ ഇടിഞ്ഞു വീണ എതിരെ നിങ്ങൾ ഒരു അന്തിച്ചർച്ച ചാനലുകളിൽ കേന്ദ്ര സർക്കാരിനെതിരെ, നിതിൻ ഗഡ്കരിക്കെതിരെ നടത്തുമോ? അല്ലെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കെതിരെ നടക്കുമോ? ദേശീയ PWD ആണല്ലോ അത്.
അതിന് ആംബിയർ ഇല്ല, അതിന് ഇത്തിരി പുളിക്കും അതൊക്കെ ചെയ്യാൻ. പിണറായി സർക്കാരിനെ എന്ത് തെറിയും വിളിക്കാമല്ലോ, എന്ത് നാട്ടിൽ എന്ത് കുന്തം സംഭവിച്ചാലും പിണറായി സർക്കാരിനെ തെറി വിളിക്കുക. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. പിന്നെ PK കുഞ്ഞാലിക്കുട്ടി നിയമസഭയിലെ മുസ്ലിം ലീഗിന്റെ എല്ലാമായ ഉപപ്രതിപക്ഷ നേതാവ് കൂടിയായ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞൊരു വാചകം നിയമസഭാ റെക്കോർഡിൽ കിടപ്പുണ്ട്. എന്താണെന്നറിയാമല്ലോ? കേരളം അല്ലല്ലോ ദേശീയപാത വികസനം കൊണ്ടുവന്നത്, കേരളത്തിന്റെ അല്ലല്ലോ ദേശീയപാത, അത് ഗഡ്കരിയുടെ റോഡല്ലേ ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്വന്തം നാടായ മലപ്പുറം ജില്ലയിൽ കൂടെ വരുന്ന റോഡ് നിതിൻ ഗഡ്കരിയുടെ റോഡല്ലേ ഇത്, അല്ലാതെ പിണറായി സർക്കാരിന്റെ എന്ത് റോഡെന്ന് നിയമസഭയിൽ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ ആളാണ് PK കുഞ്ഞാലിക്കുട്ടി. ആ PK കുഞ്ഞാലിക്കുട്ടിയോട് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, ലെറ്റ് റൈറ്റ് വോയിസ്, നിങ്ങളുടെ സ്വന്തം നാട്ടിലാണല്ലോ ഇത് ഇടിഞ്ഞു വീണത്, മലപ്പുറത്ത്. എന്തേ മുണ്ടാട്ടം ഇല്ലാത്ത എന്താ കുഞ്ഞിക്ക എന്നാണല്ലോ വിളിക്കുന്നത്, കുഞ്ഞിക്കയ്ക്ക് എന്താ മിണ്ടാട്ടം ഇല്ലാതെ പോകുന്നത്? ഇതൊക്കെ ഓരോന്ന് വിളിച്ചു പറയുമ്പോൾ ഇത് തിരിഞ്ഞു കടിക്കുമെന്ന് ചിന്തിക്കണം രാഷ്ട്രീയ നേതാക്കൾ. ഇപ്പൊ എന്താ സംഭവം? എല്ലാം പിണറായി സർക്കാരിന്റെ കുഴപ്പം കൊണ്ടാണ് മലപ്പുറത്ത് ഇടിഞ്ഞു വീണത്, റോഡ് ഇടിഞ്ഞു വീണത്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു. അത് നിർമ്മാണത്തിലെ പിഴവാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആ ഉദ്യോഗസ്ഥരും കരാറുകാരും ഏറ്റെടുക്കണം. പല റീച്ച് എന്ന് പറഞ്ഞല്ലോ, ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ദേശീയപാത വികസനത്തിൽ വർഷങ്ങളായിട്ടുണ്ട്. അവരും പല റീച്ചിലും അവർ നിർമ്മാണം നടത്തുന്നുണ്ട്. അവിടെ ഒന്നും ഇടിഞ്ഞു വീണിട്ടില്ലല്ലോ. ഊരാളുങ്കൽ എന്ന് പറയുന്നത് എന്താണെന്നറിയാമല്ലോ, IT പാർക്കുകളും ദേശീയപാത വികസനവും ഒക്കെ ചെയ്യുന്ന വലിയ ഒരു കോർപ്പറേറ്റ് അല്ല, ഓപ്പറേറ്റീവ് ആണ്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഏറ്റവും വലിയ സഹകരണ നിർമ്മാണ സ്ഥാപനമാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. അറിയാമോ? അതായത് കോർപ്പറേറ്റുകളോട് മത്സരിക്കുന്ന ഒരു കോഓപ്പറേറ്റീവ് ആണ്. അവര് ഈ പല റീച്ചിലും പണി നടത്തിയിട്ടുണ്ടല്ലോ, അവിടെ ഒന്നും ഇടിഞ്ഞു വീണിട്ടില്ലല്ലോ. ഇനി നാളെ അവിടെ ഇടിഞ്ഞു വീണാലും അന്വേഷിക്കണം എന്നാണ് ഞങ്ങളുടെ നിലപാട്. അപ്പൊ ഇപ്പം മലപ്പുറം റീച്ച് ഇടിഞ്ഞു വീണത് ഊരാളുങ്കലൊന്നും ഊരി ഇട്ടതല്ല. അത് ചെയ്ത കരാറുകാരനെ പിടിക്കണം, അതിന് കൂട്ടുന്ന എഞ്ചിനീയറെ പിടിക്കണം. ആര് ചെയ്യണം? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയ്യണം. കേരള PWO മന്ത്രി മുഹമ്മദ് റിയാസോ മുഖ്യമന്ത്രി പിണറായി വിജയനോ അല്ല അതിൻ്റെ അകത്ത് ഉത്തരവാദികൾ. അതെന്തേ മാപ്പറകൾക്ക് പറയാൻ പറ്റാത്ത ഇത്ര വിമ്മിട്ടം? ഇത് മിണ്ടാൻ എന്ത് വിമ്മിട്ടമാണ് നിങ്ങൾക്ക് മാപ്പറകൾക്ക്? നിങ്ങൾ ആരാണെന്ന് ഇപ്പൊ തന്നെ സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും പറയേണ്ടി വരുന്നത്.